ഹായ് ഹലോ വെൽക്കം ബാക്ക്. നമുക്കിന്നൊരു ഹോം ഡെക്കർ ഉണ്ടാക്കാം. അപ്പോൾ അതിനായി ഞാൻ ഇവിടെ ചൂസ് ചെയ്ത മെറ്റീരിയൽ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫോം ഉണ്ടല്ലോ, ഫ്രൂട്ട് ഫോം നെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിന്ന് ഡെക്കർ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്, കുറച്ച് മെറ്റീരിയൽസ് മതി. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ റൗണ്ടിലുള്ള ഫോം നെറ്റിനെ നമുക്കൊന്ന് ഷീറ്റ് രൂപത്തിലാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഇനി നമുക്കിതിനെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് നടുകെ മുറിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് ഈക്വൽ അല്ലെങ്കിലും ഏകദേശം ഈക്വലായിട്ടുള്ള പാർട്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡബിൾ ടാപ്പ് വേണം. അപ്പോൾ ഡബിൾ ടാപ്പ് എന്ന് പറയുന്നത് നമ്മൾ തിക്നെസ് വളരെ കുറഞ്ഞിട്ടുള്ള സാധാ ടേപ്പിൻ്റെ പോലത്തെ എന്നാൽ രണ്ട് സൈഡും ഒട്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡബിൾ ടാപ്പാട്ടോ. അപ്പോൾ ഇത് തന്നെ നോക്കി വാങ്ങിക്കണം. ഇനി ഇതില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണ് പോലെയോ സൂപ്പർ ഗ്ലൂ പോലെയോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാം. പക്ഷേ ഇതാണ് ഒന്നും കൂടെ ഈസി ആയിട്ട് കിട്ടുക. നെക്സ്റ്റ് നമുക്ക് വേണ്ട മെറ്റീരിയൽ എന്ന് പറയുന്നത് ബാംബൂ സ്റ്റിക്സ് ആണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡക്കർ ഒരു ഫ്ലവർ ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്റ്റെം പാർട്ടായിട്ടാണ് ഈ ബാംബൂ സ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫോം ഷീറ്റ്സിനെ അതിൻ്റെ ഓരോ ലൈൻ ബൈ ലൈനായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ രണ്ട് ഹാഫും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ആ ഒരു ഡബിൾ ടാപ്പിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ആ ഒരു കട്ടിങ് നിർത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഡബിൾ ടാപ്പിലേക്ക് ചേർത്ത് കട്ട് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, പണി പാളിപ്പോവും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. സോ ഇനി നമുക്ക് ഈ ബാംബൂ സ്റ്റിക്കിലേക്ക് ഈ ഫോം ഷീറ്റിനെ നമുക്കിങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു വശത്ത് നിന്ന് നമ്മൾ ഡബിൾ ടാപ്പ് മെല്ലെ റിമൂവ് ചെയ്ത ശേഷം ആ ഒരു ഗ്ലൂ വരുന്ന പാർട്ട് ബാംബൂ സ്റ്റിക്കിലേക്ക് ചേർത്തൊട്ടിച്ച് നമുക്ക് പതിയെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എൻഡ് വരെ ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. വേറെ ഗ്ലൂ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ആ ഒരു ഡബിൾ ടാപ്പിൻ്റെ ഗ്ലൂ കൊണ്ട് തന്നെ നല്ല സ്റ്റിക്കി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2-3 ഫ്ലവേഴ്സ് ഞാൻ ഇതേ രൂപത്തിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു ഫ്ലവറിൻ്റെ പാർട്ട് കണ്ടോ, ഇതിന് കുറച്ച് ലെങ്ത്ത് കൂടുതലാണല്ലേ. അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ച ഫോം നെറ്റ് ഹാഫായി കട്ട് ചെയ്യാതെ നമ്മൾ ചെയ്തെടുത്താൽ ഇതാ ഇതുപോലെ ലെങ്തി ആയിട്ടുള്ള ഫ്ലവേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളെ ചോയ്സിനനുസരിച്ച് അത് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ലീഫ് വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കമ്പിയും കുറച്ച് മാസ്കിൻ ടാപ്പൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഈ കമ്പി ഈ മാസ്കിൻ ടാപ്പിനോട് ചേർത്ത് ഒട്ടിക്കുകയാണ്. കുറച്ച് വീതിയുള്ള മാസ്കിൻ ടാപ്പാണ് നിങ്ങളതെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ചെയ്യാം. അതായത് ഒരൊറ്റ സ്ട്രെച്ച് തന്നെ നമുക്ക് 2 ലീഫ് ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കാം. ഇനി അത് വീതി കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ കമ്പി വെച്ചിട്ട് നമുക്ക് സിംഗിൾ ലീഫായിട്ടേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 2 കമ്പി ഒരുമിച്ച് വെച്ചിരിക്കുന്നത് 2 ലീഫ് ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് ഫോൾഡ് ചെയ്യുന്നുണ്ട്. ഫോൾഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കമ്പിനേക്കാളും കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഫോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ലീഫിന് കുറച്ചും കൂടെ നീളം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കമ്പി ഏകദേശം ലീഫിൻ്റെ 1/4 ഭാഗത്തോളം വരുള്ളൂ. ബാക്കി ഭാഗം പ്ലെയിനായി കിടക്കുകയാണ് ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ കട്ട് ചെയ്യാം. അപ്പോൾ സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ഞാനിത് ഹാഫ് ആക്കുന്നുണ്ട്. എന്നിട്ട് അത് രണ്ടും കൂടെ ചേർത്ത് വെച്ച ശേഷം ലീഫിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. വീതി കുറഞ്ഞ ടൈപ്പിലുള്ള ലീഫാട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അത്യാവശ്യം നീളത്തിൽ വീതി കുറച്ച് ചെയ്യുന്നതാണ് ഭംഗി. അപ്പോൾ ആ രീതിക്ക് നിങ്ങൾ ചെയ്യുക. പിന്നെ ബാക്കി പോർഷൻസൊക്കെ രണ്ടും ഒരുമിച്ച് കെട്ടിയത് കൊണ്ട് തന്നെ കുറച്ച് പോർഷൻസൊക്കെ എക്സ്ട്രാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ലീഫിന് നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാം. അതിന് ഞാനിവിടെ അക്രിലിക് കളറാണ് യൂസ് ചെയ്യുന്നത്. ഡാർക്ക് ഓർ ലൈറ്റ് ഗ്രീൻ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് അത് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാൻ ഈ അക്രിലിക് കളർ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ ലീഫും ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഇത് ആ ഒരു ഫ്ലവറിലേക്ക് ചേർത്ത് ഒട്ടിക്കാം കേട്ടോ. അതിന് മുന്നായിട്ട് ഞാൻ ലീഫ് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കമ്പി വെച്ചാണല്ലോ ചെയ്തത്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് അത് ബെൻഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഇനി നമുക്ക് ഗ്രീൻ ടാപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ബാംബൂ സ്റ്റിക്സും ലീഫും മൊത്തത്തിലൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ ഫ്ലവറിൻ്റെ ബോട്ടത്തു നിന്നാണ് തുടങ്ങുന്നത്. അവിടെ ഒരു 2-3 തവണ റോൾ ചെയ്ത ശേഷം ലീഫ് വെച്ചിട്ട് നമുക്ക് ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ 2 ലീഫ് ഒരുമിച്ച് വെക്കുന്നില്ല. ഫസ്റ്റ് ലീഫ് വെച്ച ശേഷം ഒന്ന് റോൾ ചെയ്തിട്ട് പിന്നീട് 2ാമത്തെ ലീഫും കൂടി വെച്ച് നമുക്ക് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ഫ്ലവേഴ്സും ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ഫ്ലവർ എന്ന് വിളിക്കാമോ എന്നറിയില്ല. എന്തായാലും ഒരു ഡക്കർ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഡക്കർ. ഇനി നമുക്കിത് ലാസ്റ്റായിട്ട് വേസിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലവർ വേസിലേക്ക് വെച്ചാൽ നമ്മുടെ ഹോം ഡക്കർ ഇവിടെ റെഡിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ബുദ്ധിമുട്ടാവില്ല എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.